ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചോ ഇല്ലയോ എന്ന തർക്കങ്ങളും ചോദ്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ്. ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചോ, ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പുതിയ 2 വാർത്തകൾ എത്തുന്നത്, ഇന്നലെയും അതിന് തൊട്ടു മുമ്പുള്ള ദിവസവുമായിട്ട്. അതായത് ഇന്ത്യൻ സൈന്യം അതിർത്തിയിലും നമ്മുടെ കശ്മീർ മേഖലയിലുമെല്ലാം തന്നെ കനത്ത തിരിച്ചടികൾ ഭീകരർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ഓപ്പറേഷനുകൾ നടത്തുന്നു, ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നു, ശക്തമായ ആക്രമണം നടത്തുന്നു, ഭീകരരെ വധിക്കുന്നു. ഇതെന്താണെന്നല്ലേ, ഓപ്പറേഷൻ കെല്ലർ, ഓപ്പറേഷൻ നാദർ തുടങ്ങിയ ദൗത്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികർക്ക് നേരെ വെടിയുതിർത്തതിൻ്റെ വേദന സൈനികരെ വിട്ടുമാറിയിട്ടില്ല. ഒരു ബാരക്കിൽ ഒരുമിച്ച് കിടന്ന സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന സൈനികൻ ഇന്ന് ഇല്ല എന്നറിയുമ്പോൾ ഒരു സൈനികനും വെറുതെ ഇരിക്കാനാവില്ല. അവൻ്റെ റൈഫിളുമായി വെളിയിലേക്ക് ഇറങ്ങും. അവൻ ഈ ഒളിച്ചിരിക്കുന്ന ഓരോ ഭീകരരുടെയും നെറ്റി നോക്കി നിറയൊഴിക്കും. അവിടെ അവന് സിന്ദൂരം തൊട്ടുകൊടുക്കും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ പ്രതിരോധം, അതായത് പാകിസ്ഥാന് നേരെയുള്ള കൃത്യമായ മറുപടി, അത് അവസാനിച്ചെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരവിരുദ്ധ പ്രവർത്തനം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അത് പുതിയ പേരുകളിൽ തുടരുകയാണ്. അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന 48 മണിക്കൂർ നടക്കുന്ന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനുകൾ ഇപ്പോഴും ഭീകരരുടെ തല എണ്ണി വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 6 ഭീകരരെയാണ് ഇന്ത്യൻ സേന വധിച്ചത്. നമുക്ക് അറിയാം, ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ. ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും പ്രവർത്തകരാണ് ഈ കൊല്ലപ്പെട്ട ഭീകരരെല്ലാം തന്നെ. ഓപ്പറേഷൻ കെല്ലർ ദൗത്യത്തിലാണ് ലഷ്കർ ഇ തോയ്ബ പ്രധാന കമാൻഡറെ അടക്കം സൈന്യം വധിച്ചത്. ലഷ്കർ കമാൻഡർ ഷാഹിദ് കുട്ടെ, അദ്നാൻ ഷാഫി തുടങ്ങിയവരെയാണ് വധിച്ചത്. മറ്റൊരാളെ കൂടി വധിച്ചിട്ടുണ്ട്. അയാളുടെ പേര് വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിൻ്റെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറാണ് ഷാഹിദ് കുട്ടെ. ഷോപ്പിയാനിലെ ചോട്ടിപ്പോര ഹിർപോര പ്രദേശത്തെ താമസക്കാരനായ കുട്ടെ 2023 ഭീകര സംഘടനയിൽ ചേർന്നത്. നമുക്കറിയാം, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പേര് നമുക്ക് കൃത്യമായി അറിയാവുന്ന പേരാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇവർ ആക്രമണം നടത്തിയ സംഘത്തിൻ്റെ പേരാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്. ലഷ്കർ ഇ തോയ്ബ തന്നെ രൂപീകരിച്ച സംഘടനയാണ്. ഓപ്പറേഷൻ 370 റദ്ദ് ചെയ്തതിന് പിന്നാലെ കാശ്മീരികളെ വിഘടിപ്പിക്കുക, അവരെ ഇന്ത്യയിൽ നിന്ന് അന്യരാക്കി തീർക്കുക, അവരുടെ സമാധാന ജീവിതം ഇല്ലാതാക്കുക, അവരെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള ദുഷ്ട ലക്ഷ്യങ്ങളോടുകൂടി രൂപീകൃതമായ ഈ സംഘടന തികച്ചും മനുഷ്യത്വരഹിതമായി ഏറ്റവും നീചമായി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, മതം ചോദിച്ച് കശ്മീരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ, നിരായുധരായ മനുഷ്യർക്ക് നേരെ ഇവർ വെടിയുതിർത്തത്. അമുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തി, അത് ഉറപ്പുവരുത്താനായി വസ്ത്രം മാറ്റി പരിശോധിച്ച് നോക്കിയിട്ട് കൊലപ്പെടുത്തിയ ഈ സംഘടനയിലെ ഭീകരരുടെ ചീഫ് കമാൻഡറെയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന വധിച്ചത്. അതിർത്തിയിൽ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ, ഷെല്ലാക്രമണത്തിൽ, ഫയറിങ്ങിലെല്ലാം തന്നെ നമ്മളുടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം വീരബലിദാനം വെറുതെ ആയില്ല എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ സൈന്യം കൊടുക്കുന്ന മറുപടി. ഓപ്പറേഷൻ നാദർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു വ്യാഴാഴ്ചത്തെ തിരച്ചിൽ തുടങ്ങിയതോടെ ഭീകരർ വെടിയുതിർത്തു സൈന്യത്തിന് നേരെ. ഈ പറയുന്ന കശ്മീരിൻ്റെ വനമേഖലകളിലെല്ലാം തന്നെ ഇവർ ഒളിച്ചിരിക്കാറുണ്ട്. കിഴക്കാൻ തൂക്കായിട്ടുള്ള കുന്നിൻ ചെരുവുകളിൽ ഈ ഭീകരർ ഒളിച്ചിരിക്കും. അവിടെ ഇവർ സ്വൈരവിഹാരം നടത്തും. അങ്ങോട്ടേക്ക് സൈന്യത്തിനെത്താൻ ബുദ്ധിമുട്ടാണ്. പല മേഖലകളും ദുർഘടകമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയും പ്രശ്നമാണ്. അങ്ങനെയുള്ള മേഖലകളിലേക്ക് സൈന്യം തിരഞ്ഞു ചെല്ലുമ്പോൾ ഇവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അങ്ങനെയുള്ള പൊസിഷനുകളായിരിക്കും ഇവർ ഇരിക്കുക. അവിടെ ഇവർ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തും. സൈന്യം കൃത്യമായി തിരിച്ചടിക്കും. ഒരിക്കൽ പോലും സൈന്യം പിന്നോട്ട് പോയില്ല. ഈ ആക്രമണങ്ങളെല്ലാം നടത്തുമ്പോൾ ഇവരെ അവസാനം പിടികൂടുകയോ വധിക്കുകയോ ചെയ്യാറാണ് സൈന്യം ചെയ്യാറുള്ളത്. ഈ പറയുന്ന ഒരു തിരച്ചിലിലും ഈ പറയുന്ന ഭീകരർ വിജയിച്ചതായിട്ടില്ല. കാരണം കൃത്യമായ സന്നാഹങ്ങളോടുകൂടി, സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഇന്ത്യ അവിടേക്ക് ഓപ്പറേഷനുകൾക്ക് ചെല്ലുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായം, AI സംവിധാനങ്ങളുടെ സഹായം, കൃത്യമായ യന്ത്രത്തോക്കുകൾ, കൃത്യമായ ആയുധങ്ങൾ, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓപ്പറേഷനുകൾ ശക്തമായി തുടരുന്നുണ്ട്. ഇനി ഒരു ഭീകരനും കശ്മീരിൽ ഒരു ബുള്ളറ്റ് പോലും തോക്കിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാനായിട്ടുള്ള ധൈര്യമുണ്ടാകരുത് എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ തീരുമാനം.
നമ്മുടെ പ്രധാനമന്ത്രി, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ ഉത്തരവ് സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം, നിങ്ങളെ ഇവിടെ ആരും നിയന്ത്രിക്കില്ല. മുൻപ് നമുക്കറിയാം, ഒരു സൈനികൻ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബോർഡർ പോസ്റ്റിംഗ് നടത്തുമ്പോൾ അവിടെ മുൻ സർക്കാരുകളുടെ കാലത്ത് പറയുമായിരുന്നു, നോ ഫസ്റ്റ് ഫയർ, ആദ്യം നമ്മൾ വെടിയുതിർക്കരുത്, അവരിങ്ങോട്ട് ഫയർ ചെയ്താൽ മാത്രമേ തിരിച്ച് ഫയർ ചെയ്യാൻ പാടുള്ളൂ. അതുമല്ല, വലിയ മോട്ടോറുകൾ പോലുള്ള യന്ത്ര സംവിധാനങ്ങൾ, യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം പാകിസ്ഥാനെ ഫയർ ചെയ്ത് മാത്രം നിൽക്കുക, ഗണ്ണുകൾ ഉപയോഗിച്ച്, നമ്മളുടെ റൈഫിളുകൾ ഉപയോഗിച്ച് മാത്രം പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ഈ മുൻ സർക്കാരുകളുടെ കാലത്തെ തീരുമാനം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, തൊട്ടാൽ അടി എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അടിച്ചാൽ ചവിട്ട്. അതിനുമപ്പുറം വരുന്നവനെ കൃത്യമായിട്ട് അതിനൊക്കെയുള്ള മറുപടി പിന്നെ ബ്രഹ്മോസൊക്കെയാണ് കൊടുക്കുന്നത്. ബ്രഹ്മോസും അഗ്നി 5 തുടങ്ങിയ ആയുധങ്ങളൊക്കെയാണ് അതിനുള്ള മറുപടി കൊടുക്കുന്നത്. ആ രീതിയിൽ കനത്ത പ്രഹരം നൽകാനുള്ള അതിനുള്ള ശേഷി മുൻപേ ഉണ്ട്. പക്ഷേ വിലങ്ങിട്ടിരിക്കുന്ന സൈന്യത്തിന് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു മുൻപ്? പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കരുത്തുറ്റ ഒരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ട് തന്നെ സൈന്യം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയ ഏറ്റുമുട്ടലിലാണ് 3 ഭീകരരെ വധിച്ചത്. ഇതിൽ ആസിഫ് ഷെയ്ഖ് പഹൽഗാം ഭീകരാക്രമണത്തിൽ സഹായം നൽകിയിരുന്നു. AK സീരീസ് റൈഫിളുകൾ, 12 മാഗസിനുകൾ, 3 ഗ്രനേഡുകൾ, മറ്റായുധങ്ങൾ എന്നിവ ഭീകരരിൽ നിന്ന് കണ്ടെടുത്തു. ഇയാളുടെയും ഷാഹിദ് കുട്ടയുടെയും വീടുകൾ സ്ഫോടനത്തിൽ തകർത്തിരുന്നു. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രവർത്തിച്ചിരുന്ന ആദിൽ തോക്കർ, അലിഭായ്, ഹാഷിം മൂസ എന്നിവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഭീകരർക്ക് ഇനി രക്ഷയില്ല. കൃത്യമായി സൈന്യം വളഞ്ഞവരെ തകർക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനുണ്ടായ കനത്ത നഷ്ടമാണ്. നമ്മളുടെ ബ്രഹ്മോസ് അടക്കം നമ്മൾ ഉപയോഗിച്ച അവരുടെ വിമാനത്താവളങ്ങൾ, ഈ പറയുന്ന സൈനിക വിമാനത്താവളങ്ങളെല്ലാം തകർത്തിരുന്നു. അതുപോലെ തന്നെ അവരുടെ അവാക്സ് എന്ന് പറയുന്ന നിരീക്ഷണ വിമാനം തകർത്തു. അങ്ങനെ പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങളടക്കം സർവ്വസന്നാഹങ്ങളും ഇന്ത്യ തകർത്തിരുന്നു. ആ വെടിനിർത്തൽ മെയ് 18 വരെ തുടരുമെന്ന വാർത്തയും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൃത്യമായ പരിശോധനകൾക്കായി ഇന്ത്യ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. മേഘങ്ങൾ മൂടിക്കെട്ടിയ കാലാവസ്ഥയിലും നമ്മുടെ അതിർത്തി കാക്കാനായി റിസാറ്റ്-1B എന്ന പുതിയ ഉപഗ്രഹം കൂടി ഇന്ത്യ അയക്കുകയാണ്. സാറ്റലൈറ്റ് കൂടി അയക്കുകയാണ്. ആ സാറ്റലൈറ്റ് കൂടി വരുന്നതോടുകൂടി നമ്മുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാകും. ഒരില വീണാൽ സൈന്യം അറിയുമെന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. ISRO ആണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. നേരത്തെ തന്നെ AI സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സാറ്റലൈറ്റുകളുടെ കണ്ണുകൾ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയാണ് ഓരോ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നത്. അവിടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിയിരുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ നമുക്ക് ചിത്രങ്ങളെല്ലാം ലഭിച്ചത് ഈ പറയുന്ന സാറ്റലൈറ്റുകളുടെ ഇമേജുകളിൽ നിന്നാണ്. അത്തരത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്ന പുതിയൊരു സാറ്റലൈറ്റ് കൂടി ഇന്ത്യ വിക്ഷേപിക്കുന്നു. റിസാറ്റ്-1B ഇതെത്തുന്നതോടുകൂടി നമ്മുടെ അതിർത്തികൾ മുഴുവൻ ഈ ഉപഗ്രഹ കണ്ണുകളിലായിരിക്കും. അതിൻ്റെ ശക്തമായ നിരീക്ഷണത്തിലായിരിക്കും. അവിടെ ഇനി ഒരു ഇല അണങ്ങിയാൽ, ഒരു ഭീകരൻ നുഴഞ്ഞു കയറിയാൽ ഇന്ത്യക്ക് അറിയാൻ കഴിയും. കനത്ത തിരിച്ചടി. ഓരോ ഭീകരനും ഒരു ബുള്ളറ്റ്, ഏക് ദുഷ്മൻ ഏക് ഗോലി എന്ന സൈന്യത്തിൻ്റെ കൃത്യമായ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കൊണ്ട് തന്നെ സൈനികർ ഭീകരർക്ക് അന്ത്യശാസനം നൽകുകയാണ്. ഇനി ഒരു ഭീകരനും ഇന്ത്യയിലേക്ക് വരാൻ ധൈര്യപ്പെടരുത്. കശ്മീരിൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. കശ്മീരിനെ വിഘടിപ്പിക്കാൻ ശ്രമിക്കരുത്. അതിനുള്ള താക്കീതും മറുപടിയുമാണ് ഇന്ത്യ ഈ തിരിച്ചടിയിലൂടെ, തുടരുന്ന സിന്ദൂരങ്ങളിലൂടെ ഇന്ത്യ തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.